ഞാനെന്തിനാണ് ഡ്രാഫ്റ്റിങ്ങിലായാലും ഫാബ്രിക്കിലായാലും ഗ്രെയിൻ ലൈൻസ് മാർക്ക് ചെയ്യുന്നതെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും. ഞാൻ മാത്രമല്ല എല്ലാ പാറ്റേൺ മേക്കേഴ്സും സ്റ്റിച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അപ്പം ഒരു ഫാബ്രിക്കിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നെയ്തെടുക്കുമ്പം അതിനൊരു നാച്ചുറൽ ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോയിൽ ഷോൾഡർ മുതൽ താഴെ വരെയുള്ള ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ആ ഒരു ഫ്ലോ നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ഫാബ്രിക്ക് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ആവുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ തീരെ സ്ട്രെച്ച് ആവുന്നുമില്ല. അപ്പം ഈ സ്ട്രെച്ച് ആവാത്ത ഭാഗമാണ് ഇതിൻ്റെ നാച്ചുറൽ ഫ്ലോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗ്രെയിൻ ലൈന് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഗ്രെയിൻ ലൈന് നമുക്ക് ചില ഫാബ്രിക് സൈഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരും. ഓരോ പാറ്റേണും ബ്ലൗസിനൊക്കെ കപ്പ് സൈസും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡൗട്ട് വരും. അപ്പം നമ്മൾ ഓരോ പാറ്റേണിലും അത് മാർക്ക് ചെയ്തിരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഭാഗമല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബയാസ് കണ്ടുപിടിക്കാനും ഈ ഒരു സ്ട്രെച്ചബിലിറ്റി ആവശ്യമാണ്. ക്രോസ് ആയിട്ടുള്ള ഭാഗത്ത് ഫാബ്രിക് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതാ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി വേണ്ട ഭാഗത്തൊക്കെ, അതായത് സ്കേർട്ട് ചെയ്തെടുക്കുമ്പോൾ പോലും ഇത്തരത്തിലാണ് ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ടിപ്സൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.